ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം രാജ്യത്തിന്റെ കീഴടക്കാൻ കഴിയാത്ത സാംസ്കാരിക പ്രഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ തീരസംരക്ഷണ സേന തദ്ദേശീയമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഗോവയിൽ കമ്മീഷൻ ചെയ്തു. വികസിത് ഭാരത് ജി നിയമം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നാളെ കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. തൊണ്ടിമുതൽ തിരിമറി കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജുവിനെ എംഎൽഎ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറത്തിറക്കി. വെനസ്വേലയിലെ യുഎസ് സൈനിക നടപടി ചർച്ച ചെയ്യുന്നതിനായി യുഎൻ രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം രാജ്യത്തിന്റെ കീഴടക്കാൻ കഴിയാത്ത സാംസ്കാരിക പ്രഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൂറ്റാണ്ടുകളായി ആക്രമണങ്ങൾ ആവർത്തിച്ചിട്ടും ഈ ക്ഷേത്രം രാജ്യത്തിന്റെ ശാശ്വത ചൈതന്യമായി നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആദ്യ വൈദേശിക ആക്രമണം നടന്നിട്ട് 1000 വർഷം പിന്നിടുന്ന വേളയിൽ എഴുതിയ പ്രത്യേക ലേഖനത്തിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പരാമർശിച്ചത്. ക്ഷേത്രം പുനരുദ്ധാരണത്തിന് ശേഷം തുറന്നു നൽകിയിട്ട് 2026-ൽ 75 വർഷം പൂർത്തിയാകുമെന്നും ശ്രീ മോദി പറഞ്ഞു. सोमनाथ हमें यह बताता है कि घृणा और कट्टरता में विनाश की विकृत ताकत हो सकती है, लेकिन आस्था में सृजन की शक्ति होती है. करोड़ों श्रद्धालुओं के लिए सोमनाथ आज भी आशा का अनंत नाद है. यह विश्वास का वह स्वर है जो टूटने के बाद भी उठने की प्रेरणा देता है. अगर 1000 साल पहले खंडित हुआ सोमनाथ मंदिर अपने पूरे वैभव के साथ फिर से खड़ा हो सकता है. പ്രധാനമന്ത്രി ഞായറാഴ്ച സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. സോമനാഥ് സ്വാഭിമാൻ പർവിനോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ സമുദ്ര ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ തീരസംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് ആദ്യമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ് ഗോവയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ കൂട്ടായ ദൃഢനിശ്ചയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണ് സമുദ്രപ്രതാപ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. कोस्ट गार्ड्स का और भारत का आत्मविश्वास भी आगे बढ़ेगा. राष्ट्र निर्माण जानते हैं आप कभी अकेले नहीं होता है. यह कलेक्टिव इफर्ट का ही परिणाम होता है. आप सबका कलेक्टिव इफर्ट समुद्र प्रताप में भी दिखा है. और जिस तरह समुद्र की लहरें निरंतर आगे बढ़ती रहती हैं, उसी तरह शिप भी अपना दायित्व निभाएगा, ऐसा मेरा पूरा विश्वास है. 114.5 മീറ്റർ നീളമുള്ള കപ്പലിന്റെ 60% ഭാഗവും തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. സമുദ്ര മലിനീകരണ നിയന്ത്രണങ്ങൾ, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം എന്നിവയ്ക്ക് പുറമെ സമുദ്രത്തിലെ എണ്ണച്ചോർച്ച തടയുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങളും കപ്പലിൽ സജ്ജമാണ്. വികസിത് ഭാരത് ജി നിയമം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സുതാര്യത കൊണ്ടുവന്നതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തമിഴ്നാട്ടിലെ ഈറോഡിൽ കർഷകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയിലൂടെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന തൊഴിൽ ദിവസങ്ങൾ 125 വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും വേതനം യഥാസമയം തൊഴിലാളികൾക്ക് ലഭിക്കുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി. വികസിത് ഭാരത് ജി നിയമം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഫ്രാൻസ് ലക്സംബർഗ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ന് ഫ്രാൻസിലെത്തിയ വിദേശകാര്യമന്ത്രി പാരീസിൽ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഫ്രഞ്ച് അംബാസഡർമാരുടെ 31ാമത് സമ്മേളനത്തിലും അദ്ദേഹം വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ തുണിത്തരങ്ങളുടെ സവിശേഷതകൾ പരിചയപ്പെടുത്തുന്ന പ്രദർശനം ശ്രീ ജയശങ്കർ ഇന്ന് വീക്ഷിച്ചു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ ലക്സംബർഗിലെത്തുന്ന അദ്ദേഹം ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. ലക്സംബർഗിലെ ഇന്ത്യൻ സമൂഹവുമായും ശ്രീ ജയശങ്കർ സംവദിക്കും. രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപാദനം കഴിഞ്ഞ 11 വർഷത്തിനിടെ 6 മടങ്ങ് വർദ്ധിച്ചതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ്. കയറ്റുമതിയിലും ഇക്കാലയളവിൽ 8 മടങ്ങ് വർധനയുണ്ടായി. ഇലക്ട്രോണിക് രംഗത്തെ തൊഴിൽ ശേഷി 25 ലക്ഷമായി ഉയർന്നെന്നും അദ്ദേഹം പറഞ്ഞു.
ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ പ്രാദേശിക കേന്ദ്രം തിരുവനന്തപുരത്ത് സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പരിശ്രമഫലമായാണ് തീരുമാനം. സംസ്ഥാനത്തെ ഫിഷറീസ് മേഖലയുടെ സമഗ്ര വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ 7 ദശാബ്ദങ്ങളിലെ വിദ്യാഭ്യാസ പുരോഗതി എന്ന വിഷയത്തിൽ നാളെ ഉച്ചയ്ക്ക് 1:45 പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയിൽ കേരള കേന്ദ്ര സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജയപ്രസാദ് സംസാരിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in അല്ലെങ്കിൽ prasarbharati.gov.in/PB Vacancies/ എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി. ഇത് സംബന്ധിച്ച വിജ്ഞാപനം നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കി. ആന്റണി രാജുവിന്റെ അയോഗ്യതയെ തുടർന്ന് തിരുവനന്തപുരം നിയമസഭാ സീറ്റിൽ ഈ മാസം 3 മുതൽ ഒഴിവ് വന്നതായി വിജ്ഞാപനത്തിൽ പറയുന്നു. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നാളെ കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. IIMC കോട്ടയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിക്കും. KPS മേനോൻ ഹാളിൽ കേരള കൌമുദി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം നാളെ വൈകുന്നേരം പങ്കെടുക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. ഇന്ന് 3 തവണ വർദ്ധിച്ച് വില പവന് 1,01,360 രൂപയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് 3 തവണയാണ് വർദ്ധിച്ചത്. 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില പവന് 1,01,360 രൂപയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്ന വില കഴിഞ്ഞയാഴ്ച 99,600 രൂപ എന്ന നിലയിലായിരുന്നു അവസാനിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ വീണ്ടും 1,07,60 രൂപയായി. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും 40 രൂപ വർദ്ധിച്ചു. പിന്നീട് വൈകിട്ട് 4 മണിക്ക് ശേഷം പവന് 35 രൂപ കൂടി വർദ്ധിച്ചതോടെ വില 1,01,360 രൂപയിൽ എത്തുകയായിരുന്നു. വെനസ്വലയിലെ US സൈനിക നടപടി ചർച്ച ചെയ്യുന്നതിനായി UN രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. കൊളംബിയയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് യോഗം. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളായി റഷ്യയും ചൈനയും ഇതിനെ പിന്തുണച്ച് രംഗത്തുവന്നു. അപകടകരമായ കീഴ്വഴക്കമാണ് അമേരിക്ക വെനസ്വലയിൽ നടത്തിയ സൈനിക നടപടിയെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കപ്പെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെനസ്വലയിലെ സമീപകാല സംഭവവികാസങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. ചൈനയും US നിലപാടിനെ ശക്തമായി വിമർശിച്ച് രംഗത്തുവന്നു. 2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും സുപ്രീംകോടതി ജാമ്യം നിഷേധിച്ചു. ജസ്റ്റിസ് അരവിന്ദ് കുമാർ, ജസ്റ്റിസ് NV അഞ്ചുരിയ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. പ്രതികൾക്കെതിരെ UAPA നിയമപ്രകാരം പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്നതായി കോടതി നിരീക്ഷിച്ചു. രാജ്യത്തെ വടക്കൻ ഭാഗങ്ങളിലെ കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. ഡൽഹിയിലേക്ക് പോകുന്ന 21-ലധികം ട്രെയിനുകൾ 2 മണിക്കൂറിലധികം വൈകിയാണ് ഓടുന്നത്. സ്റ്റേഷനിലെത്തുന്നതിന് മുൻപ് യാത്രക്കാർ ട്രെയിനുകളുടെ തൽസ്ഥിതി പരിശോധിക്കണമെന്ന് റെയിൽവേ നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രം രാജ്യത്തിന്റെ കീഴടക്കാൻ കഴിയാത്ത സാംസ്കാരിക പ്രഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ തീരസംരക്ഷണ സേന തദ്ദേശീയമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഗോവയിൽ കമ്മീഷൻ ചെയ്തു. വികസിത് ഭാരത് ജി നിയമം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നാളെ കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറത്തിറക്കി. വെനസ്വലയിലെ US സൈനിക നടപടി ചർച്ച ചെയ്യുന്നതിനായി UN രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.